വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ ആഴ്ചയിൽ ഇന്നും ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസിൽ നിന്നുള്ള സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 6 പേർ കൂടി ചേർത്തിട്ടാണ്. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. പത്തനംതിട്ടയിൽ നിന്ന് ലിബീസ് കറിയ ആൻഡ് ലിജോസ് കറിയ. ലിബിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറിന് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല ജോലി ലിജോയ്ക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ തന്നെ രണ്ടാമതായിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിയാണ്. ഡയബറ്റീസിൽ നിന്ന് സൗഖ്യം ലഭിക്കാനും അപ്പോൾ തന്നെ അവരുടെ മകന് ഒരു നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് വയനാട് നിന്ന് VX അവറാച്ചൻ, അദ്ദേഹത്തിന്റെ മക്കൾ എമിമോൾ ആൻഡ് സുമി, ഗ്രാൻഡ് ചിൽഡ്രൻ ഏബിൾ ആൻഡ് ടേൺ, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, എമിക്കൊരു നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ബാംഗ്ലൂരിൽ നിന്നുള്ള മറ്റൊരു വെൽവിഷറാണ് 4ാമത്തെ നമ്മുടെ ഇന്നത്തെ സ്പോൺസർ എന്നുള്ളത്. അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളും സമാധാനങ്ങളും എല്ലാം കൊടുത്ത കർത്താവിന് നന്ദി പറയാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് മനോജ് ആൻഡ് ഫാമിലി. മനോജിന് സോറിയാസിസ് നിന്നുള്ള സൗഖ്യം ലഭിക്കുവാനും മാനസികമായിട്ടുള്ള വിടുതലുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഏറ്റവും ഒടുവിലായിട്ട് ഗുജറാത്തിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തി, അവരുടെ മൂത്ത മകന് ഒരു നല്ലൊരു ജോലി ലഭിക്കാനും അവരുടെ മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ലോകം എമ്പാടും ബ്ലെസ്സിങ് ടുഡേ കാണുന്ന സകലരും ചേർന്ന് ഇന്നത്തെ ഓരോ സ്പോൺസർക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല കർത്താവേ, അവരെ കർത്താവ് ഓരോരുത്തരെയും ഇപ്പോൾ തന്നെ കൈനീട്ടി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെല്ലാവരും ചേർന്ന് തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്നു. എത്രയും വേഗം അവർക്കങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അത് കൈകാര്യം ചെയ്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലവും അങ്ങയുടെ സന്നിധിയിൽ തുറന്നു കിടക്കുന്നല്ലോ. അങ്ങയുടെ കരുണാകടാക്ഷം അവരുടെ മേൽ വരുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തത അവരെ പുലർത്താൻ പോകുന്നതിനാൽ നന്ദി. എത്രയും വേഗം മറുപടി ലഭിച്ചു എന്ന വാർത്ത ഞങ്ങൾ കേൾക്കേണ്ടതിന് അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനാക്കിയത് മാറ്റണമേ. ഓരോ സ്പോൺസറും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. കഴിഞ്ഞ ഒരു 3 വർഷ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ ഒരു അത്ഭുതവുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ അങ്കിളിനും ആൻറ്റിക്കും കർത്താവ് 3 കുഞ്ഞുങ്ങളാണ് ദാനം നൽകിയത്. 3 കുഞ്ഞുങ്ങളുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളും ഒരു പെൺകുട്ടിയുമാണ്. എന്നാൽ അവരുടെ ഭവനത്തിൽ പറയുന്നത് ഈ 2 ആൺമക്കളും മദ്യപിച്ചു വന്ന് വീട്ടിൽ ഭയങ്കര കലഹമാണ്. കുട്ടി നരകമായി ഭയങ്കര അസഭ്യ വാക്കുകളും അത് നാട്ടുകാർക്ക് പോലും ശല്യമാകുന്ന രീതിയിലാണ്. നാട്ടുകാർ പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ ജയിലിൽ അടപ്പിച്ചാൽ മതി, അത്രമാത്രം നാട്ടുകാർ. അതെ, അത്രമാത്രം ജയിലിൽ കൊണ്ടുപോയി. അത്രമാത്രം വലിയ ഭവനത്തിൽ സമാധാനമില്ലാതിരുന്ന സമയത്ത് തൊട്ടടുത്തൊരു പ്രിയപ്പെട്ട ആരോ ഈ ആൻറ്റിയോട് പറഞ്ഞു നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ഉണ്ട്. അത് കണ്ട് നമ്മുടെ കോഴഞ്ചേരി ബ്ലെസ്സിംഗ് സെന്ററിൽ ആരാധനയ്ക്ക് വന്നു. അയൽക്കാർ പറഞ്ഞിട്ടാണ് അതെ ഇത് കണ്ടതും ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നു. അന്ന് അങ്കിള് വന്നിട്ടില്ല. ആൻറ്റി ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നതുകൊണ്ട് തന്നെ ആൻറ്റിയെ പുറത്താക്കി, വീടിന് പുറത്താക്കി.
അങ്കിള് പുറത്താക്കി. ശരിയാണോ ഈ പറയുന്നത്? ശരിയായിരുന്നു. അങ്ങനെ ആൻറ്റി പറയുന്നത് തൻ്റെ മൂത്ത മകൻ്റെ വീടിൻ്റെ വരാന്തയിൽ പുറത്താണ് ആൻറ്റി കിടന്നത്. പക്ഷേ അവിശ്വാസം മകൻ്റെ വീടിൻ്റെ വരാന്തയിലാണ് കിടന്നത്. പക്ഷേ ആൻറ്റി ആ വിശ്വാസം മുറുകെ പിടിച്ചു. യേശു നിമിത്തം ബൈബിൾ പറയുന്നു, ആരെങ്കിലും ഇതുപോലെ അസഭ്യവാക്കുകൾ പറയുകയോ പീഡിപ്പിക്കുകയോ ചെയ്താൽ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11, 12, 13 വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതത്രേ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എന്നാൽ ആൻറ്റി വിശ്വാസത്തോടെ നമ്മുടെ വിഷയം എഴുതി. എൻ്റെ ഷേപ്പ് കൊള്ളാമല്ലോ, എന്നും വായിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് അങ്കിൾ അതിനുശേഷം ഈ വിശ്വാസത്തിൽ വന്നു. രണ്ടുപേരും യേശുവിലുള്ള വിശ്വാസം വന്നു, ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് വന്നു. അവർ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചു. ഈ 2 ആൺകുഞ്ഞുങ്ങളും അവരുടെ മദ്യപാനം നിർത്തി. അവർ ഇപ്പോൾ കോഴഞ്ചേരി ബ്ലെസ്സിംഗ് സെന്ററിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അവരും വരുന്നുണ്ട്. അവരിപ്പോൾ മദ്യപാനം പൂർണ്ണമായി നിർത്തി. അവരുടെ കുടുംബത്തിൽ സന്തോഷം ഭയങ്കരമാണ്. അവരെവിടെ ഇവിടെയുള്ളടത്തുണ്ടോ? വന്നിട്ടുണ്ട്. ഈ കഥയൊക്കെ ശരിയാണോ? ഇപ്പൊ കുടിക്കുന്നില്ല? ഇല്ല. എത്ര നാള് കുടിച്ചു? കൊച്ചിലെ മുതൽ കുടിക്കാൻ തുടങ്ങിയാണ്. ബിജുമോനെ വിടുവിച്ച യേശുവിന് നിങ്ങളുടെ മക്കളെ വിടുവിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാമോ? കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ച്. ആ മദ്യപാനി ആരാണ്? മകനോ, മരുമകനോ, പിതാവോ, സഹോദരനോ, ആരുമായിക്കോട്ടെ, പേര് പറഞ്ഞ് യേശുവിനോട് പറയുക, കർത്താവേ, ആ മോനെ, ആ വ്യക്തിയെ മദ്യപാനത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് സ്വതന്ത്രമാക്കണമേ. കർത്താവെ, ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി, ഇവിടെ ഇരിക്കുന്ന ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നലത്തെ സന്ദേശത്തിന്റെ അടുത്ത ഭാഗമാണ് ഇന്ന് നാം കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സന്ദേശത്തിൽ ഡാമിയൻ കുറെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ടിപ്സുകൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ടത്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പങ്കാളികൾ 2 പേരും ജോലി ചെയ്താലൊക്കെയാണ് നമുക്ക് കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മിഡ് ലൈഫ് ക്രൈസിസ്, അതായത് ജീവിതത്തിന്റെ മധ്യാഹ്ന ഭാഗത്തെത്തുമ്പോൾ, നടുക്കായി തീരുമ്പോൾ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ. ചില ഭാര്യമാരുടെ ഭർത്താക്കന്മാർ മദ്യപാനികളാണ്. ഈ മദ്യപാനിയായ ഭർത്താവിനെ എങ്ങനെ നമുക്ക് മദ്യപാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും? ഇങ്ങനെ വളരെ സമൂഹത്തിൽ ഏത് തുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും വളരെയധികം പ്രയോജനം നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പേനയും പുസ്തകവും എടുക്കുക, എഴുതാൻ തുടങ്ങുക. ഇന്നത്തെ സന്ദേശത്താൽ അനുഗ്രഹത്തെ പ്രാപിക്കുക. Number 1, pray together. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. In some homes they have 2 hours of family prayer. ചില വീടുകളിൽ 2 മണിക്കൂർ നീണ്ട കുടുംബ പ്രാർത്ഥനയുണ്ട്. Most probably the children will never have a family prayer. മിക്കവാറും ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പിന്നീട് കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ല. Why? Because they have to study, they have to do the homework. There should be a limit to that. കാരണം അവർക്ക് പഠിക്കാനുണ്ട്, ഒത്തിരി ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതിനൊരു സമയപരിധി വേണം. I'm talking about the husband and wife praying together. ഞാൻ ഇവിടെ പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. At least for a short time, whenever it is possible, pray together. ഏറ്റവും കുറഞ്ഞ അല്പസമയമെങ്കിലും എപ്പോഴൊക്കെ സാധ്യമാണോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. Sometimes both of them were in different places. ചിലപ്പോൾ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം. That time you can pray over the phone. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങൾക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. മനസ്സിലാവുന്നുണ്ടോ? വൈഫിനെ വിളിച്ചിട്ട് വൈഫിനെ എന്ത് ചെയ്യണം? ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും. Number 2, രണ്ടാമത്തെ പൊടിക്കൈ is very important. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Speak for some time daily. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. 5 minutes, 10 minutes, half an hour, 1 hour, 3 hours, 6 hours, it depends. അരമണിക്കൂർ, 1 മണിക്കൂർ, എത്രയാണ് നിങ്ങൾ അത് നിങ്ങളെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. Make it a point that every day spend some time just to speak. നിങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റിവെക്കുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുക. Number 3, മൂന്നാമത്തേത്, have at least
one meal together a day. ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. More meals, no problem. കൂടുതൽ നേരം ഒരുമിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല. Usually the best possible thing is dinner. ഏറ്റവും സാധാരണ രീതിയിൽ ഏറ്റവും സാധ്യമായത് അത്താഴമാണ്. I have seen some wives, they will keep the dinner served and they will wait and wait, sometimes 10 o'clock, 11 o'clock, they won't have, waiting for the husband. ഞാൻ കണ്ടിട്ടുണ്ട് ചില ഭാര്യമാർ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഭർത്താവിന് വേണ്ടി 10 മണി 11 മണി അർദ്ധരാത്രി വരെയൊക്കെ കാത്തിരിക്കും. When the husband comes, ഭർത്താവ് വരുമ്പോൾ, oh, you have not had food? അയ്യോ നീ ഭക്ഷണം കഴിച്ചില്ലേ? His heart goes for her. അത് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടും അങ്ങനെ ചെയ്താൽ. But some wives 7:30 sharp, you come or not, I will have my dinner. ചില ഭാര്യമാര് നീ വന്നാലും വന്നില്ലെങ്കിലും 7:30 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചിരിക്കും. By the grace of God, God has given us 2 separate mouths. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് 2 വായ നേർത്ത തന്നിട്ടുണ്ട്. And 2 stomachs. 2 വയറും. Even though the Bible says we are one body, we have 2 mouths. ബൈബിൾ നമ്മൾ ഒരു ശരീരമാണെന്ന് പറഞ്ഞാൽ 2 വായുണ്ടല്ലോ. എപ്പോ വരോ വേണമെങ്കിൽ എടുത്ത് വെച്ചോണ്ട് മൂടി വെച്ചിട്ടുണ്ട്. There are wives like that also. അങ്ങനെയുള്ള ഭാര്യമാരും ഉണ്ട്. Okay, it is between you, but at least make it a point that you have one meal together. Breakfast or lunch or dinner. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. എന്നാൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. Love is useless if it is not accompanied by honor. സ്നേഹം അത് മാനത്തോടെ കൊടുക്കുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണ്. I'm going to talk about the marital duty a little bit. കുടുംബജീവിതത്തിലെ ചില കടമകൾ കർത്തവ്യങ്ങൾ ഞാൻ അല്പം പറയാൻ പോവുകയാണ്. 1 Corinthians chapter 7. 1 കൊരിന്ത്യർ 7-ാം അധ്യായം verses 2, 3 and 4. 2, 3, 4. But since sexual immorality is occurring, each man should have sexual relations with his own wife and each woman with her own husband. എന്നാൽ ദുർനടപ്പ് നിമിത്തം ഓരോ പുരുഷനും സ്വന്തം ഭാര്യയും ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. So the purpose behind 2 people coming together is this. One of the purposes is this. 2 പേർ ചേർന്ന് വരുന്നതിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. To avoid sexual immorality or extramarital relationships. വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ഇല്ലാതായിരിക്കുവാൻ, ദുർനടപ്പ് ഇല്ലാതായിരിക്കുവാനാണ് ഒന്നാമത്തെ ഉദ്ദേശം. Verse number 3. The husband should fulfill his marital duty to his wife and likewise the wife to her husband. മൂന്നാമത്തെ വചനം, ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം, അതുപോലെ ഭാര്യ ഭർത്താവിനോടും. What is this? എന്താണിത്? This marital duty is sexual satisfaction, giving sexual satisfaction to partner. ഇവിടെ പറയുന്ന ദാമ്പത്യ ധർമ്മം എന്നുള്ളത് ഒരു ജീവിത പങ്കാളികൾ തമ്മിലുള്ള ലൈംഗികപരമായ ധർമ്മമാണ്. In almost all families there will be disagreements and conflicts. സ്വാഭാവികമായി മിക്കവാറും കുടുംബങ്ങളിൽ വിയോജിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാറുണ്ട്. Why? എന്താണ്? I gave you the clue in the beginning. We are different. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ക്ലൂ നൽകിയല്ലോ. കാരണം നമ്മൾ വ്യത്യസ്തരാണ്. 2 opposite things are living together under one roof. 2 വ്യത്യസ്ത കാര്യങ്ങൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കുകയാണ്. Now, when there is an argument, a quarrel, ഒരു വഴക്കുണ്ടാകുമ്പോൾ, ഒരു തർക്കമുണ്ടാകുമ്പോൾ, in most of the homes the woman, the wife will go after the husband begging for pardon. സാധാരണ രീതിയിൽ ഭാര്യമാരാണ് വഴക്കുണ്ടായി കഴിയുമ്പോൾ ക്ഷമ പറയാനും ഒന്ന് നിരപ്പാകാനൊക്കെ ഭർത്താവിന്റെ പുറകെ പോകുന്നത്. ഒന്ന് സംസാരിക്കോ one word ഒരു വാക്ക് ഉണ്ട്. In some other houses the husbands will have to go after the ladies, I mean the wife. ചില വീടുകളിൽ ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യമാരുടെ പുറകെ പോകണം. Please forgive me. എന്നോടൊന്ന് ക്ഷമിക്ക്. But remember one thing, when that argument took place, sometimes both the arguments will be correct.
ചില സമയത്തൊക്കെ തർക്കം ഇങ്ങനെ ഉടലെടുക്കുമ്പോൾ രണ്ടുപേരുടെയും വാദങ്ങൾ ശരിയായിരിക്കും. What is the solution? അപ്പം എന്ത് ചെയ്യും? രണ്ടും അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കണം, ബില്ല് പാസ്സാക്കിയേക്കണം, പ്രശ്നം കഴിഞ്ഞില്ലേ? But in some other cases, one will be wrong. ചില കേസുകളിൽ ഒരെണ്ണം തെറ്റായിരിക്കും. So the other person, that person should have the humility to admit it. ആ തെറ്റ് പറയുന്ന വ്യക്തിക്ക് അത് അംഗീകരിക്കുവാനുള്ള താഴ്മ ഉണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. It is a universal fact that women talk more. ഒരു സാർവത്രിക പ്രതിഭാസമാണ്, സ്ത്രീകൾ കൂടുതൽ സംസാരിക്കും. One day a husband read an article. ഒരിക്കൽ ഒരു ഭർത്താവ് ഒരു ലേഖനം വായിക്കുകയാണ്. It's a joke, you have to laugh. വീണ്ടും ഇതൊരു തമാശയാണ്, ചിരിക്കണം. Commandment. A husband read an article. ഒരു ലേഖനം And the വായിച്ചുകൊണ്ടിരിക്കുകയാണ്. article said, ആ ലേഖനം ഇപ്രകാരം പറയുന്നു: women talk 30,000 words a day. ഒരു സ്ത്രീ 30,000 വാക്കുകളാണ് ഒരു ദിവസം സംസാരിക്കുന്നത്. And a man talks only 15,000. ഒരു പുരുഷൻ അതിന്റെ പകുതി 15,000 വാക്കുകളാണ് ശരാശരി സംസാരിക്കുന്നത്. And the wife heard him reading this. അവൻ ഇതൊക്കെ വായിക്കുന്നത് ഭാര്യ കേട്ടു. And the wife said, ഭാര്യ പറഞ്ഞു, this is because we have to repeat everything to man twice. അതിന്റെ കാരണം ഞങ്ങൾ എല്ലാ കാര്യവും 2 പ്രാവശ്യം പറഞ്ഞാലേ നിങ്ങൾ കേൾക്കുള്ളൂ. Then the husband turned. അപ്പൊ ഹസ്ബൻഡ് തിരിഞ്ഞിട്ട് പറഞ്ഞു, what? എന്ത്? Write down, open talk. എഴുതിയിടുക, തുറന്ന സംസാരം. Open talk. തുറന്ന സംസാരം. Openness between couples is one of the keys to successful marriage. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തുറന്ന മനസ്ഥിതിയാണ് ഒരു നല്ല കുടുംബജീവിതത്തിന്റെ രഹസ്യം. Open talk. തുറന്ന സംസാരം. That means we have to talk out the matter. അതിന്റെ അർത്ഥം നമ്മൾ ആ പ്രശ്നം പുറത്തേക്ക് എടുത്ത് തുറന്ന് സംസാരിക്കണം. But usually, sometimes one partner will zip up the mouth. പക്ഷേ സാധാരണ സംഭവിക്കുന്നത് ഒരു ജീവിത പങ്കാളി എന്ത് ചെയ്യും? അത് മൂടി സിബിട്ട് വെക്കും. There are wives who will not talk at all. ഒരിക്കലും സംസാരിക്കാത്ത ചില ഭാര്യമാരുണ്ട്. For the next 3 months, no talk. വഴക്കിട്ടാൽ പിന്നെ ഒരു 3 മാസത്തേക്ക് സംസാരിക്കുകയില്ല. One woman hit world record in Guinness Book, world record for not talking to her husband for 36 years. ഒരു ഭാര്യ 36 വർഷം തന്റെ ഭർത്താവിനോട് മിണ്ടാതെ ഇരുന്ന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. 36 years. 36 വർഷം No talking. സംസാരിച്ചിട്ടേ ഇല്ല. That hard was her heart. അത്രയും കാഠിന്യമേറിയ ഹൃദയമായിരുന്നു അവളുടേത്. But if you have a problem between you both, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ sit somewhere and talk it out. നിങ്ങൾ ഇരുന്ന് അത് പറയുക, തുറന്ന് സംസാരിക്കുക. And in some families, some partners will have mood swings. ചില കുടുംബങ്ങളിൽ ചില ജീവിത പങ്കാളിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അവരുടെ മാനസിക അവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കും. The other partner should understand that. മറ്റേ ജീവിത പങ്കാളി അത് മനസ്സിലാക്കണം. It may be because of some stress. ചിലപ്പോൾ സ്ട്രെസ് കൊണ്ടായിരിക്കാം. You know, when the husband or wife goes to stress, the management of stress is in 2 different ways. ഭാര്യയും ഭർത്താവും അവർ സ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും 2 തരത്തിലാണ് പ്രതികരിക്കുന്നത്. മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ പുരുഷൻ പ്രതികരിക്കുന്നതും സ്ത്രീ പ്രതികരിക്കുന്നതും 2 രീതിയിലാണ്. Usually men they talk less. സാധാരണഗതിയിൽ പുരുഷന്മാർ അല്പമേ സംസാരിക്കുള്ളൂ. Hello husbands. Usually husbands will not talk much after that. സാധാരണഗതിയിൽ സ്ട്രെസ് വരുമ്പോൾ പുരുഷന്മാർ അധികം സംസാരിക്കില്ല. Instead he will be thinking. അതിന് പകരമായി അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. And he will go to a room. അവനൊരു റൂമിലേക്ക് പോകും. And sit alone. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. ചായ ടീ ചായ അവിടെ വെച്ചേക്ക്. Leave me alone. എന്നെ ഒന്ന് വെറുതെ വിട്. Let me sit alone. ഞാനൊന്ന് ഒറ്റയ്ക്ക് Don't ഇരിക്കട്ടെ. talk to me now. എന്നെ ഇപ്പൊ സംസാരിക്കല്ലേ. What should you do? നിങ്ങൾ എന്ത് ചെയ്യും? Let him leave him alone. അവന് വെറുതെ വിടുക. Let him think. Maybe in 1 day or 2 days time he will come out. 1-2 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വന്നോളൂ. And this is called man retreats to his cave when stressed. ഇതിന് ഇപ്രകാരമാണ് പറയുന്നത്, മാനസിക പിരിമുറുക്കം വരുമ്പോൾ പുരുഷൻ അവന്റെ ഗുഹയ്ക്കകത്തേക്ക് പോകുന്നു. Ladies, listen to this.
സഹോദരിമാരെ Usually, ശ്രദ്ധിക്കുക. man goes to his room. and sits alone. സാധാരണഗതിയിൽ അവന്റെ ഗുഹയിലേക്ക്, മുറിയിലേക്ക് പോയി അവൻ ഒറ്റയ്ക്കിരിക്കണം. But women are the opposite. പക്ഷെ സ്ത്രീകൾ നേരെ തിരിച്ചാണ്. They want to talk. അവർക്ക് പിരിമുറുക്കത്തിന് They will call this friend and that friend and this friend. ഈ കുട്ടിയെ വിളിച്ചു, ഈ സുഹൃത്തിനെ വിളിച്ചു. And as they are talking, അവരിങ്ങനെ സംസാരിച്ച് they will be relieved. അങ്ങനെ അവരിങ്ങനെ റിലീവ് ആവും. Hallelujah. ഹല്ലേലൂയ. So man thinks it out. മനുഷ്യൻ അത് ചിന്തിച്ച് പുറത്തേക്ക് കളയുന്നു. Woman talks it out. സ്ത്രീകൾ അത് സംസാരിച്ച് പുറത്തേക്ക് കളയുന്നു. If you both are coming, പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് you വരികയാണെങ്കിൽ can think and talk and pray it out. നിങ്ങൾക്ക് ചിന്തിച്ച് സംസാരിച്ച് പ്രാർത്ഥിച്ച് തീർക്കാം. If a wife is just a housewife, ഒരു ഭാര്യ ചുമ്മാ ഒരു she വീട്ടമ്മയാണെങ്കിൽ has ample time for cooking and doing all the house management. ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒത്തിരി സമയം കിട്ടും. But that's not the case with the working women. പക്ഷേ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല. In that case, both of them together have to do a lot of things. അങ്ങനെയുള്ള കേസുകളിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. Hallelujah. ഹല്ലേലൂയ. Both of them together should do the kitchen duties and dad duties and all duties. അടുക്കളയിലെ കാര്യങ്ങളും ഇന്നും പല പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടി വരും. Hallelujah. ഹല്ലേലൂയ. And they get only less time to spend together. മാത്രമല്ല അവർക്ക് ഒരുമിച്ച് ചിലവഴിക്കാൻ കുറച്ച് സമയം കിട്ടത്തുള്ളൂ. So if both of you are working, രണ്ടുപേരും വർക്ക് I'm ചെയ്യുകയാണെങ്കിൽ going to give you 2 tips. രണ്ട് പൊടിക്കൈകൾ നൽകാൻ പോവുകയാണ്. Write down number 1. ഒന്നാമത്തെ കാര്യം, Deliberately find some time to spend together every day. എല്ലാ ദിവസവും ഒരുമിച്ച് ചിലവഴിക്കുവാനായി മനഃപൂർവമായ ഒരു സമയം കണ്ടെത്തുക. Even if it is a 10 minutes, no problem. 10 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. Number 2. 2, weekends, make it a point that you go out as a family, have some time together, have some food from outside. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ രണ്ടുപേരും കൂടി ചേർന്ന് പുറത്തു പോകുവാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും ഒക്കെ സമയം ചെലവഴിക്കാനൊക്കെ ഒന്ന് സമയം കണ്ടെത്തുക. Hallelujah. ഹല്ലേലൂയ. Make it a principle like that. അതൊരു തത്വമാക്കി മാറ്റുക. Clap your hands for the Lord. കരങ്ങളിൽ ചേർത്തടിച്ച് യേശുവിനെ ആരാധിക്കാമോ? ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും കർത്താവ് അനേക അത്ഭുതങ്ങൾ നമുക്കെല്ലാവർക്കും വേണ്ടി ചെയ്യും. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേ എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത് പോലെ, ഫാദർ, ലെറ്റ് എവ്രി ഹോം become a happy home. Let your joy come and fill every family, Father. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അസന്തോഷത്തിന് കാരണമായതുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധാത്മാവ് തുടച്ചു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സന്തോഷത്തിൽ വളരാൻ അങ്ങ് കുടുംബങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ്, രോഗികൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ വിടുതലുണ്ടാകട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിമിത്തം കലഹങ്ങളോ അസമാധാനമോ ഉള്ള ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയും കർത്താവ് പ്രവർത്തിക്കണമേ. താങ്ക് യു ജീസസ്. പല പ്രാവശ്യം മാറി മാറി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും എന്നതുപോലെ പനി വന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ മഞ്ഞപ്പിത്തം ബാധിച്ചൊരു വ്യക്തി, ആഴ്ചകളായി മാസങ്ങളായി പക്ഷേ അത് വിട്ടുമാറുന്നില്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പൂർണ്ണമായും സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയിം. അതുപോലെ 2 കാലിലും നീര് വന്ന് വീങ്ങിയിരിക്കുന്നൊരു വ്യക്തി, വളരെ വേഗത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ. പൈൽസ് രോഗം ബാധിച്ച ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ അൺനെസസറി ബ്ലീഡിങ്, വല്ലാത്ത ബ്ലീഡിംഗ് ഉള്ള ചില സഹോദരിമാരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. വിവിധ രീതിയിലുള്ള ആ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോകട്ടെ.
സ്പോണ്ടിലോസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അപ്പോൾ തന്നെ കാലിൽ മന്ദരോഗം പോലെ വന്ന് വീർത്തിരിക്കുന്ന മന്ദരോഗം, അതല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള രോഗങ്ങൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു വിഷയത്തിൽ വിടുതൽ വേണമെങ്കിൽ, ഏത് വിഷയമാണെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് ആ വിടുതൽ സ്വീകരിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യവും വിടുതലും ഏത് വിഷയത്തിലാണോ അതിൻ്റെ മേൽ കർത്താവ് നീ ചൊരിയുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് കേട്ട സന്ദേശത്തിന്റെ പൂർണ്ണ രൂപം ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിന്റെ DVD ആയിട്ടോ അല്ലെങ്കിൽ MP3 ആയിട്ടോ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി വിളിക്കുക. അത് മറ്റ് പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരിയിൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച ബാംഗ്ലൂരിൽ, അതിൽ രണ്ടിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വരണം. മാത്രമല്ല നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത മറ്റ് ചിലരോടുകൂടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക, പരിചയപ്പെടുത്തുക. ഒത്തിരി പേർ ഇതിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സോ സീ ടുമോറോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.